ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് കാണിക്കുന്ന വീഡിയോ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ആലുമൂട് എന്ന സ്ഥലത്ത് നസി മാഡത്തിൻ്റെ മനോഹരമായ 10 മണി ചെടികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 മണി ചെടികൾ കൂടുതലും നട്ടിരിക്കുന്നത് ടെറസിലാണ്. മകളുടെയും അതുപോലെ മരുമകൻ അഫ്സലിൻ്റെയും പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് 10 മണി ചെടികൾ വളർത്തിയെടുക്കാൻ സാധിച്ചത്. ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലായിട്ട് 10 മണി ചെടികൾ നടാൻ തുടങ്ങിയത്. കഴിഞ്ഞ 7 മാസം കൊണ്ടാണ് ഇതുപോലെ ഒരു 10 മണി ചെടിയുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് 10 മണി ചെടികൾ എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എങ്ങനെയാണ് 10 മണി ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ മുരടിപ്പിനും വെള്ളീച്ച ശല്യത്തിനും എന്താണ് ചെയ്തതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ടെറസിലാണ് ഇവിടെ ചെടികളെല്ലാം വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്ത് പോലും ഇവിടെ പൂക്കളിന് ഒരു ക്ഷാമവുമില്ല. 10 മണി ചെടികൾക്ക് ഇവിടെ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത് മൂന്നുമാണ് ചേർക്കുന്നത്. പിന്നീട് വളങ്ങളായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഒണിയൻ പീൽ ഫെർട്ടിലൈസർ വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ സവാളയുടെ തൊലി നമ്മൾ കളയാണ് ചെയ്യാറ്. അതിന് പകരം നമുക്കത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് വരുന്നത് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അത് ഇതിൽ ഒഴിക്കാറുണ്ട്. ഇതല്ലാതെ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ഇവിടെ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നില്ല. മഴക്കാലത്ത് പലപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു 10 മണി ചെടി പെട്ടെന്ന് ചീത്തയായി പോകുന്ന കാണാറുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടുതലും നേരത്തെ ബേസിനിലാണ് ചെടികളെല്ലാം നട്ടിരുന്നത്. അപ്പോൾ അതിലൊരു വലിയൊരു ഗ്രോത്ത് കാണുന്നില്ല. അങ്ങനെയാണ് നസി മാഡം ഗ്രോ ബാഗിലേക്ക് ചെടികൾ വളർത്താൻ തുടങ്ങിയത്. അപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഹോൾസൊക്കെ നമ്മളുടെ ഏത് ഗ്രോ ബാഗ് ആണെങ്കിലും പോട്ടാണെങ്കിലും ശരി, അതിൻ്റെ ഹോൾസിൽ പ്രോപ്പറായിട്ട് നോക്കുക, എന്തെങ്കിലും അടങ്ങിയിരിപ്പുണ്ടോ. അതൊക്കെ നന്നായിട്ട് ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നസീമയുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങിയ ഈ കളക്ഷൻസ് ഇന്ന് ഇതിൻ്റെ എല്ലാ ചെടികളും സെയിലിന് കൊടുക്കുന്നുണ്ട്. മരുമകനായ അഫ്സലും നസീമയും ചേർന്നാണ് ഇതിൻ്റെ പ്രൂണിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ച് തുടങ്ങി. പിന്നീടാണ് ഒരു കോംബോ ഓഫർ കിട്ടിയപ്പം എല്ലാ ചെടികളുടെയും തണ്ടുകൾ വാങ്ങിച്ച് നടുകയും അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഇപ്പം ഒരുപാട് പേർക്ക് കൊറിയറായിട്ടും ഒക്കെ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ 7 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകുകയും കുരുടിപ്പ് പോലെ ചെടികൾക്കെല്ലാം വന്ന് നിൽക്കുന്ന സമയത്ത് മാജിക് ഫംഗിസൈഡാണ് ഉപയോഗിച്ചത്. അത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. നല്ല ഗ്രോത്തിൽ തന്നെ പിന്നെയും ചെടികളെല്ലാം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ചെടികൾ ടെറസിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നസി മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ചെടികളെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ ഈ ചെടികൾ വാങ്ങിച്ച് വെറുതെ കൊണ്ട് നമ്മൾ വെച്ചാൽ ഇത് പെട്ടെന്ന് വളർന്നു വരണം എന്നില്ല. അതിലൊരു 50% ചീത്തയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എങ്ങനെ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം.
എപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് വരുന്നതാണ് ഞങ്ങൾ 10 മണി ചെടികൾ നട്ടിട്ട് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നു. ഇതിനുള്ളൊരു ട്രിക്കാണ്. സാധാരണ നമ്മൾ 10 മണി ചെടികൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ഇലകളെല്ലാം ഒന്ന് മാറ്റുക. കാരണം ഇത് വെള്ളത്തിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒരു ചെറിയ കപ്പിൻ്റെ അകത്ത്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വളരെ ചെറിയ കപ്പാണ്, ഈ കപ്പിലേക്ക് ഈ തണ്ടുകൾ മുറിച്ച് വെക്കുക. ഏകദേശം ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് റൂട്ട്സ് വരുന്ന കാണാം. 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം മാറ്റാനും ശ്രദ്ധിക്കണം. ഇപ്പം ഏകദേശം ഒരു 6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് നോക്കാം, എങ്ങനെയുണ്ട്, ഇതിൻ്റെ അകത്ത് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. കണ്ടോ, ഇതിലെ ഓരോ തണ്ടുകളിലും റൂട്ട്സ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലാണ് റൂട്ട്സ് വന്നിരിക്കുന്നത്. ഇപ്പം സൺലൈറ്റുള്ള ഒരു ഭാഗത്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇതിനൊരു മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലൊരു പോട്ടിലേക്ക് നമ്മൾ മാറ്റുക. പോട്ടിംഗ് മിക്സ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം. ഞാൻ ഇതേപോലെ തന്നെ ഒരു 3-4 ഡേയ്സ് മുന്നേ ഇപ്പോൾ ഒരു 4 ഡേയ്സ് ആയിട്ടുണ്ട് ഇതിങ്ങനെ നട്ട് വെച്ചിട്ട്. ഇതിൻ്റെ കണ്ടോ വളർച്ച കണ്ടോ. 10 മണി ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പൂക്കളുടെ ഭംഗി കാരണം നമ്മളെല്ലാവരും ചെടികൾ വാങ്ങിക്കാറുണ്ട്. നസി മാഡം വളരെ തുച്ഛമായ വിലയിലാണ് ഓരോ ചെടികളും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ തന്നെയാണെങ്കിലും കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പം മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോംബോ ഓഫേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. താങ്ക് യു.